വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തത് സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമോപദേശം തേടിയത്. ഈ നിയമോപദേശത്തിൽ കേസ് നൽകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന ഉപദേശമാണ് തമിഴ്നാട് സർക്കാരിന് ലഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് തമിഴ്നാട് സർക്കാർ ഈ നിയമോപദേശം വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. അതായത് ഭരണഘടനയുടെ 14, 21, 25, 26 അനുച്ഛേദങ്ങളുടെ ലംഘനമാണ് ഈ വഖഫ് ഭേദഗതി, നിയമ ഭേദഗതി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലെ 4 വ്യവസ്ഥകൾ, ഈ നിയമത്തിലെ 4 വ്യവസ്ഥകൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചാൽ കേരളം ഉൾപ്പെടെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കേരളത്തിനൊക്കെ സുപ്രീം കോടതിയിൽ ഒരു നിലപാട് പറയേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരുന്നു. അവരുടെ രാജ്യസഭാ അംഗവും അഭിഭാഷകനുമായ ഹാരിസ് ബീരാനെയാണ് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതിനായി പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവരുമായി ലീഗ് നേതൃത്വം ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ, അതായത് നിയമമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള അണിയറ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്. കാരണം ബില്ലിൻ്റെ രൂപം നേരത്തെ വന്നിരുന്നു, പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിൻ്റെ പകർപ്പ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാങ്കേതികത്വം, അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരം ഇതിന് ലഭിക്കുക എന്ന് മാത്രമാണ് അവശേഷിക്കുന്ന. ആ അംഗീകാരം ലഭിച്ച് നിയമം കേന്ദ്രം വിജ്ഞാപനമാക്കിയാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ലീഗും സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും. ഫലത്തിൽ വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിയമയുദ്ധത്തിനാണ് അടുത്ത ആഴ്ച മുതൽ സുപ്രീം കോടതി വേദിയാകാൻ വേണ്ടി പോകുന്നത്. സാധാരണഗതിയിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം അടിയന്തരമായി സുപ്രീം കോടതി സ്റ്റേ ചെയ്യാറില്ല. അത് നമ്മൾ CAA കണ്ടതാണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേ ഉടൻ ലഭിക്കുമെന്ന് ഈ ഹർജി നൽകുന്നവരാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ വിഷയം സജീവമായ ഒരു നിയമ പോരാട്ടം നടത്തുവാനാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരും മറ്റ് വിവിധ മുസ്ലിം സംഘടനകളുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്.